നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. പ്രകാശ് രാജ് എഴുതിയ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? കണ്ടെത്തി അവതരിപ്പിക്കുക. 5 വയസ്സുകാരിയായ മകളോടൊപ്പം അവധിക്കാലത്ത് പച്ചക്കറി വാങ്ങാൻ ലേഖകൻ പോകുന്നു. പച്ചക്കറി വിൽപ്പനക്കാരോട് മകൾ തന്നെ വിലപേശി സാധനങ്ങൾ വാങ്ങണം എന്നായിരുന്നു അച്ഛനും മകളും തമ്മിലുള്ള കരാർ. കുട്ടി ഇംഗ്ലീഷിൽ പച്ചക്കറികളുടെ പേര് പറഞ്ഞതിനാൽ ഗ്രാമീണയും വൃദ്ധയുമായ കച്ചവടക്കാരിക്ക് കുട്ടി പറഞ്ഞതൊന്നും മനസ്സിലായില്ല. കുട്ടിക്ക് പച്ചക്കറികൾ തൊട്ടു കാണിക്കേണ്ടി വന്നു. ഇത് ലേഖകനിൽ കോപവും വേദനയും ഉണ്ടാക്കി. മാതൃഭാഷയായ കന്നഡയെ ജീവവായു പോലെ, ഞരമ്പിലൊഴുകുന്ന രക്തത്തെ പോലെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആളാണ് ലേഖകൻ. അതിനാൽ തൻ്റെ മകൾ സ്വന്തം ഭാഷയെ മറന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതും മകൾ ഉൾപ്പെടുന്ന പുതുതലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നതും അദ്ദേഹത്തിന് അസഹനീയമായിരുന്നു. തൻ്റെ മകൾ അവളുടെ മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ എന്താകുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. മാതൃഭാഷയെ മറക്കുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം നാട്, സംസ്കാരം, മാതാപിതാക്കൾ എല്ലാവരിൽ നിന്നും അകന്ന് അന്യരായി മാറും എന്ന് ലേഖകൻ ഭയപ്പെട്ടു. അടുത്ത ചോദ്യം: മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്നു പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ടു പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ? ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം? യുക്തിപൂർവം സമർത്ഥിക്കുക. വിദേശ ഭാഷയോടുള്ള ഭ്രമത്തെക്കുറിച്ചാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ അങ്ങനെ പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട്. എന്നാൽ ആ പാട്ടിന് നമ്മുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധമില്ല. എങ്കിലും അർത്ഥമറിയാതെ നമ്മളത് പാടുന്നു. പുഴകളും തടാകങ്ങളും വറ്റിക്കൊണ്ടിരിക്കുന്ന, മലിനമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാദേശിക സാഹചര്യം ആവശ്യപ്പെടുന്നത് മഴയ്ക്കു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, പ്രകൃതി സംരക്ഷണമാണ്. വൈദേശിക ഭാഷയെയും സംസ്കാരത്തെയും അനുകരിക്കുന്നതിലൂടെ സ്വന്തം സാംസ്കാരിക തനിമയാണ്, സ്വത്വമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. 3ാമത്തെ ചോദ്യം: എൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി, സരളമായി ഞാനത് പഠിച്ചു. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ലേഖകൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. ലേഖകന് സ്വന്തം ഭാഷ ആരും നിർബന്ധിച്ചു പഠിപ്പിക്കേണ്ടി വന്നില്ല. കുട്ടി അവൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ സ്വാഭാവികമായി കടന്നു പോകുന്നത് പോലെ ഭാഷയും സ്വാഭാവികമായി, സരളമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയുകയായിരുന്നു. വ്യക്തി എവിടെയാണോ വളരുന്നത് അവിടെ നിന്നുമാണ് അവൻ്റെ ഭാഷ രൂപപ്പെടുന്നത്. പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ അതിലെ ആശയവും കാഴ്ചപ്പാടും ഒരുവൻ മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മാതൃഭാഷ നന്നായി സ്വായത്തമാക്കിയ ആൾക്ക് മാത്രമേ മറ്റു ഭാഷകളിലും പ്രാവീണ്യം നേടാൻ കഴിയൂ എന്ന ലേഖകൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം. ഓരോ വ്യക്തിയും ജനിച്ചു വീഴുമ്പോൾ മുതൽ കേൾക്കുന്നത് അവൻ്റെ മാതൃഭാഷയാണ്. തനിക്ക് ചുറ്റുമുള്ളതിനെ, അമ്മയെ, അച്ഛനെ, പ്രകൃതിയെ ഒക്കെ കുട്ടി മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. മാതൃഭാഷയാണ് വ്യക്തിയുടെ വൈകാരികവും ഭൗതികവുമായ വളർച്ചയുടെ അടിത്തറ. വികാര വിചാരങ്ങളും ആശയധാരകളും സ്വന്തം ഭാഷയിലൂടെ വിനിമയം ചെയ്യുമ്പോഴാണ് അത് വൈകാരികമായ ഒന്നായി മാറുന്നത്. അടുത്ത ചോദ്യം: അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത്?
ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു. മനസ്സുകളുടെ അപകോളനീകരണം. ഗൂഗീവ തിഓങ്കോ. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. പ്രകാശ് രാജ്. മാതൃഭാഷയ്ക്കുമേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മാതൃഭാഷയ്ക്കുമേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് 2 എഴുത്തുകാരും പറയുന്നത്. ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യമായ കെനിയയും ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധികാരം നിലനിന്ന രാജ്യങ്ങളിലെ മാതൃഭാഷകളുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു. അധിനിവേശം ജനതയ്ക്കുമേൽ മാത്രമായിരുന്നില്ല, അവരുടെ ഭാഷയ്ക്കുമേൽ കൂടിയായിരുന്നു. ഭാഷയിലൂടെയുള്ള അധിനിവേശം സാംസ്കാരിക തകർച്ചയ്ക്ക് കാരണമായി. സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇത്തരം രാജ്യങ്ങളിൽ ഭാഷാപരമായ അടിമത്തം മാറ്റമില്ലാതെ തുടരുന്നു. അത് ജനങ്ങളിൽ അപകർഷബോധം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഭാഷയെ മികച്ചതായി കാണിക്കുകയും മാതൃഭാഷയെയും സാഹിത്യത്തെയും അടിച്ചമർത്തുകയും ചെയ്തു. മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ ഏതാണോ ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. ആ സത്യം മനസ്സിലാക്കിയാണ് തങ്ങളോട് കൂറുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യൻ, പക്ഷേ രുചിയിൽ, അഭിപ്രായങ്ങളിൽ, നൈതികതയിൽ, ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗം. മെക്കോളയുടെ മിനിറ്റ്സിൽ നിന്നുമാണ് ഈ വരികൾ എടുത്തിരിക്കുന്നത്. തങ്ങളുടെ ഭരണം സുസ്ഥിരവും സുഗമവും ആക്കുന്നതിന് തങ്ങളോട് കൂറുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും ഭാഷയെയും ഇല്ലായ്മ ചെയ്യാൻ തദ്ദേശീയരെ തന്നെ തന്ത്രപൂർവ്വം ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അടുത്ത ചോദ്യം. കമ്പനിയുടെ അതിഥിയായി പോയി. കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ്? ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക. പോയി എന്ന ക്രിയ പോവുക എന്ന പ്രവൃത്തി കഴിഞ്ഞതായി കാണിക്കുന്നു. പോയിരുന്നു എന്ന ക്രിയാപദം അത് കഴിഞ്ഞു പോയതിനു ശേഷം അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിന് മുമ്പ് നടന്നു കഴിഞ്ഞ പ്രവൃത്തി എന്ന അർത്ഥം നൽകുന്നു. മറ്റ് ഉദാഹരണങ്ങൾ: വറ്റിപ്പോയി കൊണ്ടിരിക്കുന്ന, നോക്കിക്കൊണ്ടിരുന്ന, മൂലയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇവയാണ് മറ്റ് പദങ്ങൾ. ഇവയെല്ലാം തന്നെ മറ്റൊരു സംഭവത്തിന് മുമ്പ് നടന്നു കഴിഞ്ഞ പ്രവൃത്തി എന്ന ആശയമാണ് ബോധ്യപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പ്രകാശ് രാജ്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട ഒന്നാണ്. ആദ്യം സദസ്സിനെ അഭിസംബോധന ചെയ്തതിനു ശേഷം പ്രഭാഷണത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. നെൽസൺ മണ്ടേലയുടെ വരികളാണിത്. വേര് ഒരു വൃക്ഷത്തിൻ്റെ ആധാരമാണ്. വൃക്ഷത്തിൻ്റെ ശക്തിയും നിലനിൽപ്പും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഭാഷ സംസ്കാരത്തിൻ്റെ വേരാണ്. വേരിൻ്റെ വ്യാപനവും ഉറപ്പും ഉചിതമായ തരത്തിലല്ല എങ്കിൽ അതിൽ തളിരുകളോ പൂക്കളോ ഫലങ്ങളോ ഉണ്ടാകില്ല. മാതൃഭാഷയാണ് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം. ഭാഷ നഷ്ടമാകുമ്പോൾ വേരുകൾ നഷ്ടപ്പെടുന്നു. വേരുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നിലനിൽപ്പില്ല.
ഒരു ജനത അവരുടെ ജീവിതാരംഭം മുതൽ ആർജിച്ചെടുത്ത എല്ലാ അനുഭവങ്ങളും പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മാതൃഭാഷ എന്നത് അവിടുത്തെ സംസ്കാരത്തിൻ്റെ ചിഹ്നമായിരിക്കും. അതിൽ ശാസ്ത്ര ഘടകങ്ങളും ജൈവിക ബന്ധങ്ങളും ചരിത്ര സന്ദർഭങ്ങളും മൂല്യങ്ങളും വിശ്വാസവും പരസ്പര ബന്ധത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളും ശരീരത്തിലെ രക്തം പോലെ ഒഴുകുന്നുണ്ടായിരിക്കും. ആ ഭാഷ എന്നത് അവർ തന്നെയായി മാറുന്ന അടർത്തി മാറ്റാൻ പറ്റാത്ത സവിശേഷ ബന്ധം തന്നെയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോളിൻ്റെ വരികൾ. മാതൃഭാഷയെ നിരാകരിച്ചുകൊണ്ടുള്ള ഏതൊരു ഭാഷാ പഠനവും സ്വന്തം സംസ്കാരത്തെ നിഷേധിക്കലുമാകുന്നു. മാതൃഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏതു ഭാഷയും നിഷ്പ്രയാസം പഠിക്കാൻ ഏതൊരു വ്യക്തിക്കും കഴിയും. അതാണ് ശക്തി, അതാണ് സൗന്ദര്യം, അതാണ് വിജ്ഞാനം ആർജിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ചവിട്ടി നിൽക്കുന്ന നിലത്തിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടോ മുകളിലേക്കോ കുതിക്കാൻ സാധിക്കുകയുള്ളൂ. ഉള്ളിലൊഴുകുന്ന ജീവനദിയെ വറ്റാതെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആ ജീവനദി പ്രാണവായു നൽകുന്ന മാതൃഭാഷയാണ്. മാതൃഭാഷ നമ്മിൽ നിന്ന് നഷ്ടമായാൽ നമ്മൾ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ വരാതെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കും ഉണ്ട്. ഇനി അവസാനത്തെ ചോദ്യം. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. MT വാസുദേവൻ നായർ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. പ്രകാശ് രാജ്. മാതൃഭാഷയോടുള്ള വൈകാരികമായ ബന്ധമാണല്ലോ രണ്ട് എഴുത്തുകാരും പങ്കുവയ്ക്കുന്നത്. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ഭാഗമാണ് മാതൃഭാഷ. ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത്. പത്രദൃശ്യ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി സംബന്ധിച്ച് ഡോക്യുമെൻ്ററി തയ്യാറാക്കുക. ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഡോക്യുമെൻ്ററിയുടെ കേന്ദ്ര വിഷയം എന്താണ് എന്ന് വ്യക്തത ഉണ്ടാകണം. അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കണം. വിഷയത്തെക്കുറിച്ച് വിശദമായ പഠനം ഉണ്ടാകണം. അതായത് വിഷയത്തെക്കുറിച്ച് വേണ്ടുന്ന രീതിയിലുള്ള ഗവേഷണം നടത്തണം. സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. അഭിമുഖ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ പത്രദൃശ്യ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി സംഭാഷണങ്ങൾ നടത്തി അവരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്താം. ദൃശ്യഭംഗിയും ആസ്വാദ്യവുമായ അവതരണ ശൈലിയോടെ ഈ ഡോക്യുമെൻ്ററി അവതരിപ്പിക്കാം. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.